കെ ബാബു ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസംഗം പിൻവലിക്കണം. ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയണം. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ ദൈവപുത്രനായ യേശു പ്രവർത്തിച്ച ആദ്യ അത്ഭുതത്തെ വ്യാജ കള്ള് നിർമ്മാണത്തോട് ഉപമിച്ച കെ ബാബു MLA-ക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ എക്സൈസ് മന്ത്രി കെ ബാബു കള്ളിലാകെ മായമാണെന്നും യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതുപോലെയാണ് കേരളത്തിൽ കള്ള് നിർമ്മാണം നടക്കുന്നത് എന്നുമാണ് നിയമസഭയിൽ പ്രസ്താവന നടത്തിയത്. ഈ വിഷയത്തിൽ കെ ബാബു MLA ഉടൻ പ്രസ്താവന പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് ക്രൈസ്തവ സംയുക്ത സമിതി. സമിതി നേതാവ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിന്റെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, ഇന്നലെ കേരള നിയമസഭയിൽ പുതിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ മദ്യത്തിൽ പ്രത്യേകിച്ച് കള്ളിൽ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ മുൻ എക്സൈസ് മന്ത്രിയും ഇപ്പോൾ MLA-യുമായിരിക്കുന്ന ശ്രീ കെ ബാബു യേശുക്രിസ്തുവെ കാനായിൽ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതിനോട് ഉപമിച്ച നടപടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും വേദനിക്കുന്നതുമായ പ്രവൃത്തിയാണ്. അതിൽ കേരള ക്രൈസ്തവ സമൂഹം മുഴുവൻ ആശങ്കയുണ്ട്, ആകുലതയുണ്ട്. ഈ ആശങ്ക കേരള സമൂഹത്തിന് വേണ്ടി, കേരള ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ക്രൈസ്തവ സംയുക്ത സമിതി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസ്താവന ശ്രീ കെ ബാബു പിൻവലിച്ച് മാപ്പ് പറയണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം തന്നെ കെ സുധാകരനും KPC പ്രസിഡന്റ് ഈ നിലപാട് വ്യക്തമാക്കണം. കോൺഗ്രസ് നേതൃത്വം ഇതിനെ ശക്തമായിട്ട് അപലപിക്കണം. ഇതിന് നടപടി ആവശ്യപ്പെടണം. ഈ കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒന്നേ പറയാനുള്ളൂ: ശ്രീ കെ ബാബു MLA പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അത് പറയുന്നതുവരെ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ക്രൈസ്തവ സംയുക്ത സമിതിയുടെ തീരുമാനം. കാനായിലെ കല്യാണ വിരുന്നിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത ചുരുക്കം ചില പ്രേക്ഷകരുണ്ടാകാം. അവരുടെ അറിവിലേക്ക് വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം തുടങ്ങുന്നത് കാനായിലെ വിവാഹ വിരുന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഗലീലയിലെ കാനായിലെ ഒരു കല്യാണ വിരുന്നിലേക്ക് യേശുക്രിസ്തുവും ദൈവമാതാവായ പരിശുദ്ധ മറിയവും ക്ഷണിക്കപ്പെട്ടിരുന്നു. യഹൂദ ആചാരപ്രകാരം കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് വീഞ്ഞു വിളമ്പുക എന്നത് അന്ന് അവിടെ യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. എന്നാൽ കാനായിലെ വിവാഹം നടന്ന ഭവനത്തിൽ വിവാഹ വിരുന്നിനിടയിൽ വീഞ്ഞ് തീർന്നു പോകുന്നതായാണ് വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നത്. അന്നത്തെ യഹൂദരിൽ നിലനിന്നിരുന്ന വിശ്വാസമനുസരിച്ച് വിവാഹത്തിനിടയിൽ വീഞ്ഞ് തീർന്നു പോകുക എന്നത് അതിഥികളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. വിവാഹം നടത്തിയ കുടുംബത്തിന്റെ കഴിവുകേടായും അത് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വീഞ്ഞ് തീർന്നു പോയി എന്ന് അറിഞ്ഞ ഉടൻ പരിശുദ്ധ കന്യകാമറിയം തന്റെ സുതനായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ആദ്യം തന്റെ സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് അത്ഭുതം ചെയ്യാൻ മടി കാണിച്ച യേശു പിന്നീട് ആ കുടുംബം നേരിടാൻ പോകുന്ന അപമാനമോർത്ത് അമ്മ പറഞ്ഞ ആവശ്യത്തിന് സമ്മതം നൽകുകയായിരുന്നു ചെയ്തത്. പിന്നീട് യേശുവിന്റെ നിർദ്ദേശപ്രകാരം പരിചാരകർ 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നു. ആ വെള്ളം കലവറക്കാരന്റെ മുമ്പിൽ യേശുവിന്റെ നിർദ്ദേശപ്രകാരം എത്തിക്കുന്നു. അത് രുചിച്ചു നോക്കിയ കലവറക്കാരൻ മണവാളനോട് എല്ലാവരും മേൽത്തരം വീഞ്ഞ് അതിഥികൾക്ക് ആദ്യം വിളമ്പുമെന്നും ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതരം വിളമ്പുകയും ആണല്ലോ പതിവ് എന്നും ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ അവസാനം വരെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിച്ചുവല്ലോ എന്ന് പറഞ്ഞ് കലവറക്കാരൻ മണവാളനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ ഈ സംഭവം അവന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറെ പാവനമായി കാണുന്ന യേശു ചെയ്ത ആദ്യ അത്ഭുതത്തെയാണ് ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്ന കള്ളിൽ സ്പിരിറ്റും മറ്റു വീര്യം കൂടിയ വസ്തുക്കളും കൂട്ടിക്കലർത്തി വിൽക്കുന്നതിനോട് കെ ബാബു സാമ്യപ്പെടുത്തിയത്. അങ്ങനെ കള്ള് കച്ചവടത്തിനിടയിലേക്ക് യേശു ക്രിസ്തുവിനെയും യേശു ചെയ്ത അത്ഭുതത്തെയും ബാബു വലിച്ചഴിച്ചു. മദ്യത്തെയും ലഹരിയുടെ ഉപയോഗത്തെയും ശക്തമായി എതിർക്കുന്ന ക്രൈസ്തവ ഭവനങ്ങളെയും ബൈബിളിന്റെ പഠനങ്ങളെയും അവഹേളിക്കുന്നതായി പോയി അനവസരത്തിലുള്ള
ബാബുവിന്റെ നിയമസഭയിലെ ഈ പ്രസ്താവന. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയ പ്രവൃത്തിയെ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചത് ആരാധ്യനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി പോയി എന്നർത്ഥം. ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുവാൻ കരുതിക്കൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗം ആയിരുന്നോ നിയമസഭയിൽ വായിച്ചത് എന്ന് ചിലർ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? കാരണം നാർക്കോട്ടിക് ജിഹാദിനെ ക്രൈസ്തവ സമൂഹം ശക്തമായി എതിർക്കുന്നതിനെ പ്രതിരോധിക്കാൻ ചിലർ ഒരു മാസമായി ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്രൈസ്തവരിൽ ചിലർ മദ്യക്കച്ചവടം നടത്തുന്നുണ്ടല്ലോ എന്ന മറുവാദം. ആ വാദത്തിന് വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗമെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് ബലം പകരുകയായിരുന്നോ ബാബുവിന്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. അതിനാൽ ഇത് ആരുടെയും രഹസ്യ അജണ്ട ആയിരുന്നില്ല എങ്കിൽ ആ വചനഭാഗത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ബാബുവിന് പറ്റിയ അബദ്ധമാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ബാബുവിനും കോൺഗ്രസ് പാർട്ടിക്കുമാണ്. അല്ലാത്ത പക്ഷം വിശുദ്ധ ബൈബിളിലെ യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയെ വ്യാജ മദ്യനിർമ്മാണത്തോട് ഉപമിച്ചതുവഴി ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ ബൈബിളിനെയും കെ ബാബു അപമാനിക്കുകയാണ് ചെയ്തത് എന്ന വിശ്വാസത്തിൽ ക്രൈസ്തവ സമൂഹം ഉറച്ചു നിൽക്കും. അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അബദ്ധമാണെങ്കിൽ കെ ബാബു നിയമസഭയിലെ തന്റെ പ്രസംഗം പിൻവലിച്ച് ക്രൈസ്തവ സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാകുക. അതിന് തയ്യാറാകാതെ നിയമസഭയിൽ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്നതുപോലെ ഇപ്പോഴും തന്റെ പ്രസ്താവനയിൽ ബാബു ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹം നടത്തുന്ന ശക്തമായ പ്രതിഷേധങ്ങളെ നേരിടാൻ ബാബുവും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാവുക.